ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സഫാരി മല ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ യൂണിഫോമിൻ്റെ ടാക്സ് റീഫണ്ടിനെ കുറിച്ച് വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. അതിൽ സംശയമുള്ളവരുടെ സംശയങ്ങളൊക്കെ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ തീർത്തു കൊടുത്തു. ഇനിയും സംശയം ഉണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ജനറൽ പ്രാക്ടീഷണർ സർവീസ് അല്ലെങ്കിൽ GP സർവീസിനെ കുറിച്ചായിരിക്കും. ഏതായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ GP സർവീസിനെ UK-യിലുള്ള GP സർവീസിനെ കുറിച്ചാണെങ്കിലും അതിൽ കൂടുതൽ എന്തൊക്കെ സർവീസുകളുണ്ട്, എന്തൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, എന്തൊക്കെ നമുക്ക് ദിവസങ്ങളോളം വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സർവീസ് കിട്ടും, അങ്ങനത്തെ നമുക്കൊരു ക്വിക്ക് ടിപ്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കണത്. അപ്പോൾ ഈ വീഡിയോ ശരിക്കും ഒരു ഡെഡിക്കേഷൻ കൊടുക്കേണ്ടത് എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ബിന്ദു ചേച്ചിക്കാണ്. ബിന്ദു ചേച്ചിയാണ് GP സർവീസിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നത്. എനിക്കും കുറേ പോയിന്റ്സ് ചേച്ചി പറഞ്ഞപ്പോഴാണ് ആണോ എന്നുള്ളത് തോന്നൽ വന്നേ, ആ ഒരു ഇത് വന്നത്. അപ്പം എന്തായാലും ബിന്ദു ചേച്ചിക്ക് വളരെയധികം താങ്ക്സ്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ ടോപ്പിലേക്ക് 1 by 1 കിടക്കാം. ഓക്കെ, ഫസ്റ്റ് UK-ക്ക് ആദ്യമായിട്ട് വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് GP സർവീസിൽ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിനുള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് GP സർവീസിൻ്റെ നിങ്ങളുടെ അടുത്തുള്ള ഏത് GP ആണ് അവിടെ പോയി കഴിഞ്ഞാൽ അവർ ഫോം തരും, അത് ഫില്ല് ചെയ്യാം. ഇല്ലെങ്കിൽ ഓൺലൈൻ ചെയ്യാം, അല്ലെങ്കിൽ പോസ്റ്റൽ ചെയ്യാം. ഈ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് കുറേ ഉണ്ടെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റ് കേട്ട് ഏറ്റവും നല്ല റിവ്യൂസ് ഉള്ളത് ഏതാ അതിൽ കയറി ജോയിൻ ചെയ്യാം. ഇൻ കേസ് നിങ്ങളുടെ രജിസ്ട്രേഷൻ അതിൻ്റെ ഒരു കൺഫർമേഷൻ ബാക്ക് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, ഒരു 3-4 ആഴ്ചയ്ക്കുള്ളിലും കിട്ടുന്നില്ലെങ്കിൽ അത് നിങ്ങൾ പോയി ചോദിച്ച് വാങ്ങി കൺഫേം ആക്കേണ്ടതാണ്. കാരണം നിങ്ങൾ വരുന്ന ഇടയിൽ 3-4 വീക്സിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റോ ANE വിസിറ്റോ വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ GP രജിസ്റ്റർ ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരത്തില്ല. അപ്പോൾ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്നു, ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാം, അല്ലെങ്കിൽ സൈനസൈറ്റിസിൻ്റെ അസ്വസ്ഥത, അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടവേദന, അല്ലെങ്കിൽ ഷിംഗിൾസ്, ഇങ്ങനത്തെ എന്തെങ്കിലും. അതുപോലെ കുറച്ചധികം ലിസ്റ്റുകളുണ്ട്, അത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും രോഗങ്ങളോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളോ വരാണെങ്കിൽ നിങ്ങൾക്ക് UK-യിലുള്ള ഏതൊരു ഫാർമസി പോയാലും അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കിട്ടും. അവർക്ക് നിങ്ങളെ പരിശോധിക്കാനുള്ളതും അതുപോലെ നിങ്ങൾക്ക് മരുന്ന് പ്രിസ്ക്രൈബ് തരാനുള്ള കോമ്പറ്റൻസി അവർക്കുണ്ട്. അപ്പോൾ അത് ആദ്യം ഉപയോഗിക്കുക. കാരണം GPയുടെ അടുത്ത് പോയി ആ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് നിൽക്കുന്നതിന് പകരം നിങ്ങൾക്ക് അപ്പം തന്നെ ആൻറ്റിബയോട്ടിക്സും ആവശ്യമുള്ള മരുന്ന് കിട്ടുന്നതായിരിക്കും. അല്ല, ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ മെയിൻലി എല്ലാവരും ഉദ്ദേശിച്ച് തന്നെയാണ് എടുക്കുന്നത്. ഞാൻ കൂടുതൽ അത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ പുതിയതായി വന്നവർക്ക് എനിക്ക് കിട്ടിയ ഒരു അറിവ് നിങ്ങൾക്ക് പകർന്നു നിങ്ങൾക്ക് തരുന്നു ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച്. ഇവിടെയുള്ളവർക്കും ഇത് യൂസ് ചെയ്യാം. ഇനി ഇപ്പോൾ ഈ പോയിന്റ്സിൽ ഞാൻ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, എന്നാൽ GPനെ കുറിച്ചുള്ളൊരു ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ പോയിന്റ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ എനിക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത നമ്മുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ GP സർവീസിൽ പോയി നമ്മൾ ഡോക്ടറെ കണ്ടു, അവർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു. നമ്മുടെ GP സർവീസിൽ എല്ലാ സർവീസും ഫ്രീ അല്ല. ഫോർ എക്സാമ്പിൾ ഈ പ്രിസ്ക്രിപ്ഷന് നമ്മൾ ഇപ്പോഴത്തെ റേറ്റിൽ ഒരു £9 നിയർ ടു £10 നമ്മൾ ഒരു പ്രിസ്ക്രിപ്ഷന് ഒരു മരുന്നിന് നമ്മൾ കൊടുക്കണം. പക്ഷെ കുറച്ചധികം ആൾക്കാർക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടും. അത് ആർക്കൊക്കെയാണെന്ന് ഞാൻ പറയാൻ പോണേ. അതിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. ഒന്നെന്ന് പറയുന്നത് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, പിന്നെ പ്രഗ്നൻ്റായ അമ്മമാർക്ക്, പിന്നെയുള്ളത് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നത്. ഫോർ എക്സാമ്പിൾ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നവർ, അല്ലെങ്കിൽ എപ്പിലെപ്സിക്ക് മരുന്ന് കഴിക്കുന്നവർ, അഡിസൺസ് ഡിസീസിന് മരുന്ന് കഴിക്കുന്നവർ, അങ്ങനെ കുറച്ചധികം കണ്ടീഷൻസിന് മരുന്ന് കഴിക്കുന്നവർക്ക്, റെഗുലറായി കഴിക്കുന്നവർക്ക് നമ്മുടെ ഈ പ്രിസ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ നമ്മുടെ UK-ന്ന് ഇൻകം സപ്പോർട്ട് കിട്ടുന്നവർക്കും ഈ പ്രിസ്ക്രിപ്ഷൻസ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ പ്രിസ്ക്രിപ്ഷൻ കിട്ടാനായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ നിങ്ങളുടെ GP പോയിട്ട് പറയും ഞാൻ ഇന്ന മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിന് എലിജിബിൾ ആണ്, അപ്പോൾ അതിൻ്റേതായ ഫോർമാലിറ്റീസിൻ്റെ ഉള്ള പേപ്പർ വർക്കുകൾ ഒന്ന് ചെയ്തു തരാമെന്ന് ചോദിക്കും. അപ്പോൾ അതവർ ചെയ്തു തരും. എന്നിട്ട് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരും, പ്രിസ്ക്രിപ്ഷൻ ഫ്രീ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരും. ഇനി വേറെ ഒരു തരത്തിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് പ്രീ പേയ്മെൻറ്റ് സർവീസ് ഉണ്ട്. അതും നമുക്ക് GPയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഫ്രീ ഉള്ളവർക്ക് ഏത് മെഡിസിൻസും അവർ എഴുതി തരുമ്പോഴും നമുക്ക് ഈ പ്രിസ്ക്രിപ്ഷൻ ഫ്രീ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് പൈസ കൊടുക്കാതെ മെഡിസിൻസ് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾ നാട്ടിൽ സ്ഥിരമായി ഒരു മരുന്ന് കഴിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് UK-ക്ക് വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ചാർട്ട്സും നിങ്ങളുടെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സും പിന്നെ കുറച്ചധികം ആഴ്ചയ്ക്കുള്ള മരുന്നുമായിട്ട് നിങ്ങൾ വരുന്നതായിരിക്കും നല്ലത്.
എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ ജി പിക്ക് സബ്മിറ്റ് ചെയ്യണം. അത് അവരുടെ സിസ്റ്റത്തിൽ നിങ്ങളുടെ പേരിൻ്റെ അടിയിൽ അത് കയറ്റി നിങ്ങളുമായിട്ടൊരു അസസ്മെൻറ്റ് കഴിയുമ്പോഴാണ് അവർക്ക് ആ പ്രിസ്ക്രിപ്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ UK സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നാട്ടിൽ നിന്ന് എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ചാർട്ട്സും ഡോസേജും എല്ലാം പേപ്പർ വർക്ക്സ് നിങ്ങൾ GP വന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങൾ ഇവിടെ GP സർവീസുകൾ കുറേയധികം ആൾക്കാരെ ഒരുമിച്ച് ട്രീറ്റ് ചെയ്യാൻ അവർ അവൈലബിൾ ആയതുകൊണ്ട് നമ്മുടെ വെയിറ്റിംഗ് ടൈം 2 to 4 വീക്സോ അല്ലെങ്കിൽ അതിനും കൂടുതലും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വെയിറ്റിംഗ് ടൈം കട്ട് ഓഫ് ചെയ്ത് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്സ് കിട്ടാനും എന്താണ് ഒരു രോഗം കൂട്ടാതെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത്. അപ്പോൾ UK.government സൈറ്റിൽ കുറേയധികം പ്രിവെൻറ്റീവ് മെഷേഴ്സും അല്ലെങ്കിൽ സെൽഫ് കെയർ മെഷേഴ്സും കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് വായിക്കാം. 2, എല്ലാത്തിനും നിങ്ങൾക്കൊരു GP പോയിട്ടൊരു ഡോക്ടറെ തന്നെ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുക? 1, നിങ്ങളുടെ തന്നെ ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ SXലുള്ള ഒരു ഓൺലൈൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആ ലിങ്കിൽ കയറി നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് എന്താണ് അസ്വസ്ഥ ഡീറ്റെയിൽസും അതിൻ്റെ ഫോട്ടോസും ഇപ്പോൾ ഒരു മുറിവാണെങ്കിൽ ആ ഫോട്ടോസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് തരും. പിന്നെയുള്ളത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയുന്നതാണ് ഫോൺ വിളിച്ച് അവർ അപ്പോയിൻമെൻറ്റ് എടുക്കാം. കാലത്ത് 8 മണിക്കാണ് അവർ സാധാരണയുള്ള GPസിൽ അവർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 8 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ ഫസ്റ്റിൽ തന്നെ നിങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടും. പിന്നെയുള്ളത് ഒരു വോയിസ് മെയിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും. അത് എല്ലാ GP സർവീസിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ അങ്ങനെയുള്ള ഓപ്ഷനും ഉണ്ട്.